പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിൽ ആഴ്ത്തിക്കൊണ്ട് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചിടുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചു. ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വെറും 12 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന തുറന്ന നയത്തിനു ശേഷമാണ് ഇറാൻ ഈ കടുത്ത തീരുമാനത്തിലേക്ക് മടങ്ങിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടുകളാണ് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയതോടെയാണ് സമാധാനത്തിന്റെ വാതിൽ ഇറാൻ കൊട്ടിയടച്ചത്. ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫാണ് കടലിടുക്ക് അടയ്ക്കുന്ന വിവരം ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത്. അമേരിക്ക തങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ശ്രമിക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ആവില്ലെന്ന് കാലിബാഫ് മുന്നറിയിപ്പ് നൽകി. നേരത്തെ ഹോർമുസ് കടലിടുക്ക് 10 ദിവസത്തേക്ക് തുറന്നു കൊടുക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അറിയിച്ചിരുന്നു. ഇത് ആഗോള വിപണിയിൽ വലിയ ആശ്വാസമാണ് പകർന്നിരുന്നത്. എന്നാൽ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നടത്തിയ പ്രസ്താവനകൾ കാര്യങ്ങൾ കീഴ്മേൽ മറിച്ചു. ആണവ പദ്ധതികളിൽ വാഷിംഗ്ടണുമായി പൂർണ്ണമായ ധാരണയിലെത്താതെ ഉപരോധം നീക്കില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ തടയുന്ന നാവിക ഉപരോധം ശക്തമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രകോപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ സൈനിക ആധിപത്യം വീണ്ടും പ്രഖ്യാപിച്ചത്. ഹോർമുസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ സെൻട്രൽ കമാൻഡിന് കീഴിലാണെന്ന് സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്യുന്നു. സേനയുടെ അതിശക്തമായ മേൽനോട്ടത്തിലാകും ഇനി ഹോർമുസ് കടലിടുക്ക്. മേഖലയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ശത്രുപക്ഷത്തുള്ള കപ്പലുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്.